ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. മാത്സില 2 ചാപ്റ്റർ കറക്റ്റ് ആയിട്ട് പഠിച്ചു, മെട്രിക്സും അതേപോലെ തന്നെ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്. ഇനി 4ാമത്തെ ചാപ്റ്റർ ഡിറ്റർമിനൻസ്, മെട്രിക്സിന്റെ കണ്ടിന്യൂഷൻ ആയ ചാപ്റ്റർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ്. ആകെ 2-3 തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നുള്ളൂ. അത് പഠിച്ചാൽ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് 6 മാർക്ക് കിട്ടും. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ, 6 മാർക്ക് ഉറപ്പാണ്. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ കേട്ടോ. ഇവിടെ നോക്കിക്കോ, ഡിറ്റർമിനൻസ് എടുക്കാൻ പോകുന്നത്. ആദ്യം ഡിറ്റർമിനൻസ് എന്താണെന്ന് പറയാം. മെട്രിക്സ് പഠിച്ചവർക്ക് ഡിറ്റർമിനൻസ് എന്താണെന്നൊക്കെ പഠിച്ചാൽ ഇക്വേഷൻസ് കറക്റ്റ് പഠിച്ച് അവിടെ ഒരു പേജ് ഒക്കെ കാണിക്കുന്ന ഇക്വേഷൻസ് ആണ്. ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സിനെ ഒറ്റൊരു നമ്പറിൽ റെപ്രസെന്റ് ചെയ്യണത്. Every square matrix can be expressed as a number or expression is called determinant. ഇപ്പൊ A എന്ന് പറഞ്ഞ സ്ക്വയർ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സിന്റെ ഓർഡർ അറിയാം. എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് അറിയാം? ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് മെട്രിക്സിൽ പഠിച്ച്. ഇനി A എന്ന് പറഞ്ഞ സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 2 വര അപ്പുറത്ത് മോഡുലസ് എന്ന് പറയുന്നത് എന്താ വായിക്കേണ്ടത്? ഡിറ്റർമിനന്റ് A. അതേപോലെ തന്നെ B എന്ന് പറഞ്ഞ സ്ക്വയർ മെട്രിക്സ് ഡിറ്റർമിനന്റ് എങ്ങനെ ചെയ്തു? 2 വരണം, ഡിറ്റർമിനന്റ് ബി. ഇനി ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഇക്വേഷൻസ്. എല്ലാവരും ഡിറ്റർമിനൻസ് പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എടുക്കുമ്പോ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ബുക്കും തന്നെ എടുക്കുക. എന്നിട്ട് നിങ്ങൾ പാഠം കഴിഞ്ഞിട്ട് ഡിറ്റർമിനൻസ് ഏകദേശം കഴിഞ്ഞു. നിങ്ങളുടെ ഏകദേശം എ ബാച്ച് ബി ബാച്ച് കഴിഞ്ഞു, കുറച്ച് ബാച്ച് കൂടെ ഉള്ളൂ. ഇനി പാഠം കഴിഞ്ഞാൽ ലാസ്റ്റ് ആ കഴിഞ്ഞ ഭാഗത്ത് നിന്ന് PYQ എന്നിട്ട് കൊടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇനി ഇവിടെ പറയുന്ന 10 ക്വസ്റ്റ്യൻസും ആൻസറും എഴുതുക. എന്നിട്ട് എന്നെ നോട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനോട്ട് പോകുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു 5-6 കീ പോയിന്റ്സ് നിങ്ങൾ എല്ലാവരും പഠിച്ച പോയിന്റ്സ് തന്നെ ഇവിടെ ആയിക്കോട്ടെ. ആദ്യത്തത്, എങ്ങനെയാണ് ഒരു 2/2 ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക? ഇവിടെ ഉണ്ട് ഒരു 2/2 ഡിറ്റർമിനന്റ് കയ്യിലൊന്നുണ്ട്. ഡിറ്റർമിനന്റ് ABCD എങ്ങനെയാണ്? നോർമലി മെയിൻ ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് അതർ ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ മെയിൻ ഡയഗണൽ ഏതൊക്കെയാണ്? എയും ഡിയും. മെയിൻ ഡയഗണൽ ഏതൊക്കെയാണ്? ഫസ്റ്റ് പാഠത്തിൽ മെട്രിക്സിൽ പഠിച്ച് A11 A22 ഇതൊക്കെയാണ് മെയിൻ ഡയഗണൽസ്. ഇവിടെ എയും ഡിയും ആണ് മെയിൻ ഡയഗണൽ. ആദ്യം അത് മൾട്ടിപ്ലൈ ചെയ്യാം. A into D മൈനസ് B into C ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുമ്പോ മെയിൻ ഡയഗണൽ ചെയ്യണം. നിങ്ങൾ ആരും പഠിച്ച കാര്യമുള്ള. ഇനി രണ്ടാമത്തേലോട്ട് നോക്കൂ, സിമ്പിൾ ആണ്. എ സ്ക്വയർ മെട്രിക്സ് A is said to be singular. ഒരു സ്ക്വയർ മെട്രിക്സ് സിംഗുലർ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ഒരു സ്ക്വയർ മെട്രിക്സ് സിംഗുലർ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ഇനി ഒരു സ്ക്വയർ മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ്, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. കിട്ടിയല്ല. ഇനി അടുത്ത് മൂന്നാമത്തേത്, എന്താണ് ഒരു അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്? കണ്ടിന്യൂസ് കണക്ട് ആയുള്ള ചാപ്റ്റർ ആണ്. മൈനർ, കൊഫാക്ടർ, അഡ്ജോയിന്റ്, ഇൻവേഴ്സ്. അതില് അഡ്ജോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിൾ ആണ്. കൊഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ച് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നത് എന്തായി? അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. ഇതാണ് ഇവിടെ മൂന്നാന്നിരിക്കുന്നത്. ദ ട്രാൻസ്പോസ് ഓഫ് എ കൊഫാക്ടർ മെട്രിക്സ് ഈസ് കോൾഡ് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. ഇനി ഈ അഡ്ജോയിന്റ് 2 പ്രോപ്പർട്ടീസ് ഏറ്റവും ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ് ആണ്. ജസ്റ്റ് പറഞ്ഞു നിങ്ങൾ എല്ലാവരും പഠിച്ചു തരണ്ട. 2 ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് ഇക്വേഷൻ ആണ് A into adjoint A equal to adjoint A into A equal to determinant A into I. എല്ലാവരും പഠിച്ച ഇക്വേഷൻ, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഇപ്പൊ തന്നെ പഠിച്ചു 1 മാർക്ക് വരും. A into adjoint A equal to A adjoint A into A equal to determinant A into I. അതേപോലെ തന്നെ ഇവിടെ 2 പ്രാവശ്യം നോക്കണ്ട. ഇനി അടുത്ത രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഓർഡർ ഓഫ് A n/n ആണ്. ഓർഡർ ഓഫ് A എന്താണ്? n/n. സ്ക്വയർ മെട്രിക്സ് ചിലപ്പോൾ 2/2 ആയിരിക്കും, ചിലപ്പോൾ 3/3 ആയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് A കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്, ഇക്വേഷൻ ആണ്. ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് A ഈക്വൽ ടു ഡിറ്റർമിനന്റ് A raised to n - 1. 2/2 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ n2 ആവും. 3/3 ആണെങ്കിൽ n ഉണ്ടാവും 3 ആവും. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി അടുത്തത്, എങ്ങനെയാണ് A ഇൻവേഴ്സ് കാണാം? A ഇൻവേഴ്സ് അഡ്ജോയിന്റ് പഠിച്ചാൽ മാത്രമേ എന്ത് പഠിക്കാൻ പറ്റുള്ളൂ? ഇൻവേഴ്സ്. A ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എല്ലാവരും പഠിച്ചാൽ A ഇൻവേഴ്സ് ഈക്വൽ എന്തായിരുന്നു ഇക്വേഷൻ? അഡ്ജോയിന്റ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് A. ഡിറ്റർമിനന്റ് A നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് A 0 ആണെങ്കിൽ എന്താണ് പഠിക്കാൻ പറ്റില്ല? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഡിറ്റർമിനന്റ് A കാണാം. അത് 0 അല്ലാന്ന് തെളിയിച്ചാൽ ഇക്വേഷൻ കൊടുക്കുക. ഇൻവേഴ്സ് ഈക്വൽ പഠിച്ച് അഡ്ജോയിന്റ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് A. ഇനി അടുത്ത 2 ഇക്വേഷൻസ് ഏറ്റവും ആദ്യം പഠിച്ചത് ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് ഏറ്റവും ചെയ്തിട്ട് നോക്കോ. ആദ്യത്താണ് അതിന് മുമ്പ് ഇവിടെ x ഈക്വൽ ടു A inverse into B. ഇതൊന്ന് ഓർത്ത് വെക്കാം, നമുക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഇത് വരും കേട്ടോ. x equal to A inverse into B. ഇവിടെ നോക്കിക്കോ, അടുത്ത 2 ഇക്വേഷൻസ്. if x1/1 ordered pair, അടുത്ത ordered pair x2/2, അടുത്ത ordered pair x3/3 are the vertices of a triangle. ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോൾ ഇതിന്റെ 3 വെർട്ടിസസ് A യും B യും C
സിയും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് എ, ഇത് ബി, ഇത് സി. എന്നിട്ട് നമ്മളെടുത്ത് അതിന്റെ ഏരിയ കാണാൻ എന്ത് യൂസ് ചെയ്ത് ഡിറ്റർമിനന്റ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ച് ഇക്വേഷൻ പറഞ്ഞ് ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1. സിമ്പിൾ ആണ്, പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ആദ്യത്തെ കോർഡിനേറ്റ് ഫസ്റ്റ് റോയിൽ എഴുതാം, രണ്ടാമത്തെ കോർഡിനേറ്റ് സെക്കൻഡ് റോയിൽ എഴുതാം, മൂന്നാമത്തെ കോർഡിനേറ്റ് മൂന്നാമത്തെ റോയിൽ എഴുതാം. എപ്പോഴും അവസാനം എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ ബേസ് ചെയ്യാനായിട്ട് എന്ത് പഠിക്കുന്നത്? കൊളീനിയർ പഠിക്കണം. 3 പോയിന്റ് കൊളീനിയർ ആണ് തെളിയിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു 0. ഇവിടെ ഹാഫിന് തൊട്ട് കൊടുക്കുമ്പോൾ 0, ഇക്വേഷൻ അവസാനം എന്തായി മാറും? ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1 ഈക്വൽ ടു 0. ഇത്രയും കാര്യങ്ങളാണ് നമ്മ ഡിറ്റർമിനന്റ്സിൽ ഇക്വേഷനായും അല്ലാത്ത കാര്യങ്ങളാണ് പഠിച്ചത്. ഇതൊന്നും എന്ത് ചെയ്യാം? എഴുതിയെടുക്കാൻ പറ്റുന്നവരെ എഴുതിയെടുക്കുക, അല്ലാത്തവര് ഇപ്പൊ തന്നെ പഠിച്ചു പോകട്ടാ. അവിടെ മാറ്റി രണ്ട് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. ഇനി ഇതിലാ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു 10 ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് 4 എന്താണ്? 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ പഠിച്ചാൽ തന്നെ 1 വേർഡ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയി പറ്റും. നോക്കോട്ടാ, ഫസ്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻ നോക്കോ. വായിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇഫ് ഡിറ്റർമിനന്റ് 2 4 5 1 ഈക്വൽ ടു ഡിറ്റർമിനന്റ് 2x 4 6x. രണ്ട് ഡിറ്റർമിനന്റ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ്. ഇവിടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ്. 2 ഈക്വൽ ടു x എഴുതാൻ പറ്റുമോ? പറ്റൂല. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടില്ല, രണ്ട് ഡിറ്റർമിനന്റ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഈ രണ്ട് ഡിറ്റർമിനന്റിന്റെ വാല്യൂ എടുക്കുക, എന്നിട്ട് എക്സിന്റെ വാല്യൂ എടുക്കാം. നിങ്ങൾ പഠിച്ച് ഏറ്റവും ആദ്യം പഠിച്ചപ്പോൾ എന്താണ്? 2/2 ഡിറ്റർമിനന്റ് വാല്യൂ എടുക്കാൻ മെയിൻ ഡയൽ മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് അതർ ഡയൽ മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് കൂടാ? 2 into 1 minus 5 into 4 ഈക്വൽ ടു അപ്പുറത്ത് അതേപോലെ തന്നെ അതും ഒരു 2/2 ഡിറ്റർമിനന്റ്. അപ്പൊ എന്ത് ചെയ്യും? 2x into x minus 6 into 4. ഇനി ഒന്ന് പറഞ്ഞേ, 2 into 1 2 minus 5 into 4 20 equal to 2x into x എന്ത് വരും? 2x square minus 6 into 4 എന്ത് വരും മക്കളെ? 24. നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? ഈ സൈഡിൽ എക്സ് പോസിറ്റീവ് ആണ്, അപ്പൊ എക്സിന് ഇവിടെ തന്നെ എടുത്ത് ബാക്കിയുള്ള അതിനെ തൊട്ടിപ്പുറം കൊണ്ടുവരാം. ഇവിടെ 2 minus 20 minus 18 ഇവിടെ ഉണ്ട്. ഇനി ഈ minus 24 ഇപ്പുറത്ത് വരുമ്പോ plus 24 equal to 2x square. ഇനി 2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം, നമുക്ക് എക്സിന് മാത്രം മതി. 2 into x square ആണ്, 2 പുറത്ത് ഡിവൈഡ് ബൈ 2. ആദ്യം എന്ത് ചെയ്യാം? -18 + 24 6 എന്ന് കിട്ടും. ഈ 2 ഇപ്പുറത്ത് വരുമ്പോ ബൈ 2 ആവും, ഈക്വൽ ടു എക്സ് സ്ക്വയർ. എന്നിട്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു 3. അപ്പോഴും എക്സിന്റെ വാല്യൂ ആയിട്ടില്ല. എക്സ് ഈക്വൽ ടു സ്ക്വയർ ഇപ്പോഴും എന്താവും? റൂട്ട് ആവും. എക്സ് ഈക്വൽ ടു 8 അവസാനം വെറും റൂട്ട് എഴുത്, +or-√3. +or-√3. ബുദ്ധിമുട്ടില്ലല്ലോ, സിമ്പിൾ അല്ലേ? എക്സിന്റെ വാല്യൂ കിട്ടിയല്ലോ √3 +or-√3. ഈ സാധനം കിട്ടി. ഇനി അടുത്തത് കേട്ടോ, അടുത്ത 2-3 1 വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റും. നോക്കിക്കോ, ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ബൈ 3 കൊളീനിയർ പോയിന്റ്സ്. 3 കൊളീനിയർ പോയിന്റ് വെച്ച് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കണം. 3 കൊളീനിയർ പോയിന്റ് ആണെങ്കിൽ ഏരിയ എന്താണ്? 0 ആണ്. ആൻസർ എന്താണ്? 0. കിട്ടിയല്ല. ഇനി അടുത്തത് ഇക്വേഷൻ ആണ്, അഡ്ജോയിന്റ് പ്രോപ്പർട്ടി. a into adjoint a equal to adjoint a into a equal to എന്തായിരുന്നു മക്കളെ? ഡിറ്റർമിനന്റ് a into i. പറയുന്നത് ഇക്വേഷൻ പഠിക്കാൻ ആൻസർ കിട്ടി. ഇനി അടുത്തത് ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട് ഇവിടെ. അടുത്ത 1 മാർക്ക് ക്വസ്റ്റ്യൻ തെറ്റിക്കണം, കുറെ പേര് തെറ്റിക്കണം. നോക്കൂ, ഇഫ് ഓർഡർ ഓഫ് a equal to 3/3 then ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം. നിങ്ങൾ എല്ലാവരും പഠിച്ച ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് ഈക്വൽ എന്നാണ് ഡിറ്റർമിനന്റ് a raised to n minus 1. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? 3/3 ആയതുകൊണ്ട് n 3 ആണ്. അപ്പൊ ആൻസർ എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് a raised to 3 minus 1. 3/3 ആയതുകൊണ്ട് 3. 2/2 ആയിരുന്നെങ്കിൽ 2 വരുന്നു. 3 minus 1 എന്താണ്? 2. ഡിറ്റർമിനന്റ് a സ്ക്വയർ ആണ് ഇതിന്റെ വാല്യൂ. ഇതല്ലാതെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഡിറ്റർമിനന്റ് a നമ്മുടെ കയ്യിലോട്ട് തരും, എന്നിട്ട് ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ പറയും. അതും നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. നോക്കി 1 മാർക്കിന്റെ എല്ലാം കഴിഞ്ഞ് ഇനി 4 ക്വസ്റ്റ്യൻസ് ഇനി ആകെ എത്രണ്ണേ ഉള്ളൂ? 6 സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടൊന്നും ഇല്ല. നോക്കോട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മെട്രിക്സ് പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പാഠത്തിൽ ഈ ക്വസ്റ്റ്യൻ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെട്രിക്സിന്റെ റിവിഷൻ കൂടിയാണ് കേട്ടോ. നോക്കൂ, ഇവിടെ a എന്ന് പറയുന്ന മെട്രിക്സ് എന്നുണ്ട്. ഇഫ് a ഈക്വൽ ടു മെട്രിക്സ് ആണ് ഡിറ്റർമിനന്റ് അല്ല കേട്ടോ. മെട്രിക്സ് 3 1 -1 2. അടുത്ത് then show that a square minus 5a plus 7i equal to 0. ഈ ഇക്വേഷൻ 0 ആണ് തെളിയിക്കണം. അത് മാത്രമല്ല, hence find a minus 1. a raised to minus 1 പറഞ്ഞാൽ a inverse. എന്താണ് a inverse? നിങ്ങൾ എല്ലാവരും പഠിച്ചു. ഇവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. a square minus 5a plus 7a. ആദ്യം a square കാണാം. a square എന്ന് പറഞ്ഞാൽ എന്താണ്? a into a. ഇവിടെ എന്ന് പറഞ്ഞ സാധനം 2 മൾട്ടിപ്ലൈ ചെയ്യാം. a into a. ഇവിടെ മെട്രിക്സ് ഉണ്ട് 3 1 -1 2 into അത് തന്നെ
3 1 -1 2. ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനെന്ന് മറക്കരുത്. കുറെ പേര് കുട്ടികളൊക്കെ മറന്നുണ്ടാവും. ശ്രദ്ധിച്ചോ, ഫസ്റ്റ് എലമെന്റ് കിട്ടാൻ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളം 7. ഫസ്റ്റ് 7 ഫസ്റ്റ് എലമെന്റ്, രണ്ടാമത്തെ 7 രണ്ടാമത്തെ എലമെന്റ്. അടുത്ത 7 വരക്കാൻ പറ്റുന്ന എലമെന്റ് 7 ഇല്ല. ഇനി ഇതേപോലെ എന്ത് ചെയ്യാം, രണ്ടാമത്തെ റോ വെച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് 3 × 3 9 പ്ലസ് 1 × -1 -1. -1 ആണ്, തെറ്റിക്കരുത്. 1 × -1 -1. ഇനി അടുത്തത് 3 × 1 3 പ്ലസ് ആണ് 1 × 2 2. കിട്ടി. അടുത്തത് സെക്കൻഡ് റോ വെച്ച് ഇതേപോലെ ചെയ്യാം. -1 × 3 -3 പ്ലസ് 2 × -1 -2. അടുത്തത് ഇതേപോലെ തന്നെ -1 × 1 -1 പ്ലസ് അടുത്തത് 2 × 2 4. മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇത് മറക്കരുത്. ഇനി ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. 9 + -1 9 - 1 8 എന്ന് കിട്ടും. അടുത്ത് 3 + 2 എന്താണ് 5 ആണ്. അടുത്ത് -3 + -2 സെയിം സൈൻ ആണ്, ആഡ് ചെയ്യുന്ന സൈൻ തന്നെ ഇട്ട് കൊടുക്കുക -5. ഇനി അടുത്ത് -1 + 4 മൈനസ് ഡിഫറൻസ് ആണ്, വലിയ സൈൻ 3 എന്ന് കിട്ടും. a². ഇതേപോലെ 5a കണ്ടുപിടിക്കാം. 5a നമ്മുടെ കയ്യിലുണ്ട്. 5 ബുദ്ധിമുട്ടുണ്ടാ. ഈ 5നെ ഓരോ എലമെന്റ്സിനും ഇൻഡ് ചെയ്താൽ മതി. നിങ്ങൾ ഒന്ന് പറഞ്ഞ് a നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. 3 × 5 15. അടുത്ത് 1 × 5 5 -1 × 5 -5. അടുത്ത് 2 × 5 10. 5a നമുക്ക് കിട്ടി. ഇനി അടുത്തത് 7i. i എന്ന് പറഞ്ഞാൽ എന്താണ്, ഐഡന്റിറ്റി മെട്രിക്സ് പഠിച്ച്. ഐഡന്റിറ്റി മെട്രിക്സ് എന്തായാലും സ്ക്വയർ മെട്രിക്സ് ആയിരിക്കുള്ളൂ, മെയിൻ ഡയഗണൽ 1 ആയിരിക്കുള്ളൂ, അതർ എലമെന്റ്സ് 0 ആയിരിക്കുള്ളൂ. ഇവിടെ എല്ലാം 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ഇവിടുത്തെ i എന്തായിരിക്കുള്ളൂ, 2/2 ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കുള്ളൂ, i2 ആയിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് i2 എഴുതാ i = വെറും i + 7 ആയണ്ട. i = നിങ്ങൾക്ക് അറിയാം 1. i എന്ന് പറഞ്ഞാൽ 1 0 0 1 മെയിൻ ഡയഗണൽ 1 അതർ എലിമെന്റ്സ് 0. ഇനി 7i എന്ന് പറഞ്ഞാൽ 7 ഉള്ളിലോട്ട് കൊടുക്കുക. 7 × 1 7 7 × 0 0 7 × 0 0 7 × 1 7. എല്ലാം കിട്ടുകയും. ഇനി ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. a² - 5a + 7i = 0 ആയിരുന്നു. a² എന്നിട്ട് പറഞ്ഞു a² ഇവിടെ ഇക്വേഷൻ വേണം നോക്കി നോക്കുക. a² - 5a + 7i = 0 എന്ന് എഴുതണം. a² നമ്മുടെ കയ്യിലുണ്ട് നോക്കിയേ. 8 5 -5 3. അടുത്ത് -5a നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് പറഞ്ഞേ 5 എന്താണ്, 15 5 -5 10. ഇനി അടുത്തത് 7i നമ്മുടെ കയ്യിലുണ്ട്. +7i ആണ്. പ്ലസ് ഇടാ മെട്രിക്സ് വരക്കാം. ഒന്ന് പറഞ്ഞ എന്തൊക്കെയാണ് 7 0 0 7 = 0 എന്ന് തെളിയിക്കണം. 0 മെട്രിക്സ് ആണ് തെളിയിക്കണം. ഇത്രേ ഉള്ളൂ, ബുദ്ധിമുട്ടില്ല. ഡയറക്റ്റ് തന്നെ ചെയ്യാം. നോക്കിക്കോ 8 - 15 -7 -7 + 7 0 -7 + 7 0 കിട്ടി. ഇതേപോലെ 5 - 5 0 0 + 0 0. അടുത്ത് -5 -5 -5 + 5 0 0 + 0 0. അടുത്ത് 3 - 10 -7 -7 + 7 0 0 = 0 വെച്ചാൽ therefore നമുക്ക് എന്ത് കിട്ടി, 0 = 0. ആ ഇക്വേഷൻ ശരിയാണെന്ന് തെളിയിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാ. ഇനി കഴിഞ്ഞിട്ടില്ല മക്കളെ, ഒരെണ്ണം കൂടി ഉണ്ട്. a ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. a ഇൻവേഴ്സ് ഇക്വേഷൻ പഠിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, അഡ്ജോയിന്റ് a ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് a. ഇവിടെ a എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്, 3 1 3 1 -1 2. ഇതാണ് a എന്ന് പറഞ്ഞ മെട്രിക്സ്. a ഇൻവേഴ്സ് കാണണം. നമ്മളോട് സിമ്പിൾ ആയി നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഡ്ജോയിന്റ് എന്താണ് ചെയ്യേണ്ടത്, 2 സ്റ്റെപ്പേ ഉള്ളൂ. മെയിൻ ഡയഗണൽ ഇന്റർചേഞ്ച് ചെയ്യുക, അതർ എലമെന്റ്സിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. അപ്പൊ അഡ്ജോയിന്റ് എന്ത് വരും, അഡ്ജോയിന്റ് ഒന്ന് പറഞ്ഞു, അഡ്ജോയിന്റ് എന്ത് വരും, അഡ്ജോയിന്റ് രണ്ടുപടി എഴുതുന്നത് 3ഉം 2ഉം അങ്ങോട്ട് മാറ്റാം. 2 മുകളിലും വരും, 3 അടിയിലും വരും. ഇനി ബാക്കിയുള്ള എലമെന്റ്സിന് ഓപ്പോസിറ്റ് സൈൻ 1 ആയതുകൊണ്ട് -1 -1 ആയതുകൊണ്ട് 1. കഴിഞ്ഞിട്ടില്ല ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് a ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് 3 × 2 6 മൈനസ് അതിന്റെ ഒരു -1 × 1 -1 × 1 -1 + 1 ആവും. അപ്പൊ ആൻസർ നിങ്ങൾക്ക് ഏറ്റവും അവസാനം 2 -1 1 3 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും. ഇത്ര ഇത് വെച്ചാൽ മതി, വേറെ ബുദ്ധിമുട്ടില്ല. 7 ഉള്ളിലോട്ട് കൊടുക്കാൻ ഇപ്പൊ നിൽക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇത്ര മതി, കഴിഞ്ഞില്ല. ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഈ സാധനം മെട്രിക്സിന്റെ റിവിഷൻ ആയിരുന്നു, നേരെ തൊട്ട് ഇപ്പുറം ചെയ്യിപ്പിച്ചത്. ഇവിടെ നമ്മൾ a ഇൻവേഴ്സ് കണ്ടുപിടിച്ച് 2/2 a ഇൻവേഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഇനി ആകെ 5 ക്വസ്റ്റ്യനേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ഒന്നല്ലെങ്കിൽ ഇത് വരും, അല്ലെങ്കിൽ ഇനി പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ അത് വരും. നോക്കോ, നമ്മളടുത്ത് കുറച്ച് ഇക്വേഷൻസ് എന്നുണ്ട്, കുറച്ചല്ല 2 ഇക്വേഷൻ ഉണ്ട്. 2 ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ എന്നുണ്ട്. എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കാണണം യൂസിങ് ബൈ മെട്രിക്സ് മെത്തേഡ് അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിങ് ബൈ മെട്രിക്സ് മെത്തേഡ് തരും ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്നിട്ട് 2 ലീനിയർ ഇക്വേഷൻ ഉണ്ട്, മെട്രിക്സ് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കണം. ആദ്യം എന്ത് ചെയ്യണം, ഈ ഇക്വേഷനെ മെട്രിക്സ് മെത്തേഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. Ax ഈക്വൽ ടു ബി. ഇവിടെ A എന്ന് പറയുന്ന മെട്രിക്സ് ആണ്, X എന്ന് പറയുന്ന മെട്രിക്സ് ആണ്, B എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. A മെട്രിക്സ് ആണ് നിങ്ങൾ പഠിച്ചിരുന്നു, പേര് പഠിച്ചിരുന്നു കോഎഫിഷ്യന്റ് മെട്രിക്സ്. X-ന്റെയും Y-ന്റെയും ഒപ്പം വരിക്കുന്ന ആളെ മെട്രിക്സ്. ഇവിടെ X ന്റെ പകരം 2, Y-യുടെ പകരം 5. ഫസ്റ്റ് റോ കിട്ടി. സെക്കൻഡ് റോ നിങ്ങൾക്ക് പറയാലോ രണ്ടാമത്തെ ലീനിയർ ഇക്വേഷന്റെ കോഎഫിഷ്യന്റുകൾ. ഇവിടെ 3 ഉണ്ട്, അതേപോലെ തന്നെ 2 ഉണ്ട്. ഇപ്പോൾ പ്ലസ് ആയതുകൊണ്ട് സൈൻ മാറ്റം, സൈൻ നോക്കണം കേട്ടോ. -5 ഒക്കെ -5 ഏതാ നോക്കണം. ഇനി എക്സ് മെട്രിക്സ് എന്തായിരുന്നു, എക്സ് കോളം മെട്രിക്സ് ഓഫ് വേരിയബിൾസ്. എത്ര വേരിയബിൾ ഉണ്ടോ അതിന് കോളം മെട്രിക്സ്. ഒരു വേരിയബിൾ ഒരു വട്ടം എന്ത് കിട്ടും, എത്ര വേരിയബിൾ ഉണ്ട്, എക്സും വൈയും, എക്സും വൈയും. ഇനി അടുത്തൊരു മെട്രിക്സ് ആയിട്ടില്ല, ബി ഈക്വൽ ടു എന്ത് മെട്രിക്സ് ആണ്, കോളം മെട്രിക്സ് ഓഫ് കോൺസ്റ്റന്റ്സ്. ഏറ്റവും അവസാനം നടക്കുന്ന മെട്രിക്സ്, മെട്രിക്സ് 1 7. ബുദ്ധിമുട്ടുണ്ടോ മെട്രിക്സ് മെത്തേഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ്? ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 എന്ന് തെളിയിക്കാം. ഡിറ്റർമിനന്റ് എ 0 ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് തെളിയിക്കാം. നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 2 5 3 2. എങ്ങനെയായിരുന്നു 2 ബൈ ഡിറ്റർമിനന്റ് ഏറ്റവും ആദ്യം പറഞ്ഞത്, മെയിൻ ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് അതർ ഡയഗണൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2 into 2 മൈനസ് 3 into 5. ആൻസർ നിങ്ങൾക്ക് എന്ത് കിട്ടും വായിച്ചോക്കെ, 4 minus 15. 4 minus 15 നിങ്ങൾക്ക് എന്ത് കിട്ടും, -11 എന്ന് കിട്ടും. -11 എന്ത് കിട്ടി, ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 തെളിയിച്ച്. ഇനിയാണ് എക്സ് എന്ന് വെച്ചാൽ ദി വേരിയബിൾസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് സൊല്യൂഷൻ. സിമ്പിൾ ആയിരുന്നു. അതിനാണ് തൊട്ടും ഏറ്റവും ആദ്യം എക്സിന്റെ ഇക്വേഷൻ പഠിക്കുന്നത്. എക്സ് ഈക്വൽ എന്തായിരുന്നു, എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എക്സ് ഈക്വൽ എന്തായിരുന്നു മക്കളെ, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് വെച്ചാൽ എക്സിന്റെ വൈഡ് വാല്യൂ ഉണ്ട്. നോക്കിക്കോ, അപ്പുറത്ത് ചെയ്തിട്ടുണ്ട് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇട്ടാ മറക്കരുത്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഇക്വേഷൻ ചെയ്തിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എക്സ് നമുക്കറിയാം, ബി നമുക്കറിയാം, തൊട്ടിപ്പുറമുണ്ട് കേട്ടോ. എക്സും ബിയും തൊട്ടിപ്പുറമുണ്ട്. അതേപോലെ തന്നെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. എ ഇൻവേഴ്സ്, എ മെട്രിക്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്, എ മെട്രിക്സ് ഒന്നുകൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു എ മെട്രിക്സ്, 2 5 3 2. 2 5 3 2. ഇതിന്റെ ഇൻവേഴ്സ്, ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എഴുതി നോക്കുക. ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. നേരത്തെ കണ്ടുപിടിച്ച്. ഇതിന്റെ അഡ്ജോയിന്റ് ആണ്, ബുദ്ധിമുട്ടുണ്ടോ, സിമ്പിൾ ആണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചെന്താണ്, മെയിൻ ഡയഗണൽ ഇന്റർചേഞ്ച് ചെയ്യുക, അതർ ഡയഗണൽസിന്റെ ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. അപ്പൊ എന്ത് വരും പറഞ്ഞു, മെയിൻ ഡയഗണൽ ഇന്റർചേഞ്ച് ചെയ്യുക 2 2 ചേഞ്ച് ചെയ്യുമ്പോൾ 2 2 തന്നെ വരും. ഇനി ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഓപ്പോസിറ്റ് -5 ഉം -3. ഇനി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, എന്താണ് -11 ആണ്. അതവിടെ നിൽക്കട്ടെ. ഇനി എ ഇൻവേഴ്സ് അറിയാം, എക്സ് അറിയാം, ബി അറിയാം. എക്സിന്റെ അവിടെ എന്താണ് മെട്രിക്സ് നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് എന്താണ്, മെട്രിക്സ് എക്സ് വൈ, മെട്രിക്സ് എക്സ് വൈ. എ ഇൻവേഴ്സ് നിങ്ങൾക്ക് അറിയാം, എന്തായിരുന്നു ഇവിടെ കണ്ടുപിടിച്ച്, 2 -5 -3 2 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു ബി. എന്തായിരുന്നു ബി നേരത്തെ നിങ്ങൾ കണ്ടുപിടിച്ച്, കോൺസ്റ്റന്റ് മെട്രിക്സ്, കോളം മെട്രിക്സ് ഓഫ് കോൺസ്റ്റന്റ് എന്തായിരുന്നു 1 7 1 7. ഇനി ബൈ 11 ഉള്ളിലോട്ട് കൊടുക്കരുത്, മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം എന്ത് കൊടുക്കുക, ബൈ 11 ഉള്ളിലോട്ട് കൊടുക്കുക. ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂല, പറ്റുമല്ല. ഇത് 2/2 ആണ്, ഇത് 2/1 ആണ്. ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയും ഈക്വൽ ആണ്. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 2/1 മെട്രിക്സ് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ, സിമ്പിൾ ആണ്. 7 ഫസ്റ്റ് എലിമെന്റ് ഇട്ടാൽ ഫസ്റ്റ് റോ, ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. 2 into 1 2 plus -7 into 5 -35. -7 into 5 -35. ഇനി അടുത്തത് കണ്ടില്ല, അടുത്ത എലിമെന്റ് ഇട്ടാൻ വേണ്ടിട്ട് -3 into 1 -3 plus അടുത്തത് 2 into 7 14. ബുദ്ധിമുട്ടുണ്ടോ, ഡിവൈഡഡ് ബൈ എന്തിട്ട് 11 ഉണ്ട് 11. ഇനി എന്ത് ചെയ്യാം, ഉള്ളിലോട്ട് കൊടുക്കുക. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഉള്ളിലോട്ട് കൊടുക്കുക. എന്ന് പറഞ്ഞേ -35 plus 22 plus -35. ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഏറ്റവും വലുതിന്റെ സൈഡ്. അപ്പൊ എന്ത് കിട്ടും, -33 എന്ന് കിട്ടും. ഇനി അടിയിലുള്ളതാ -3 plus 14, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ട്, 11 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ -11. ഓരോന്നിനും -11 ബൈ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും, ഫസ്റ്റ് എക്സ് ഈക്വൽ എന്ത് വരും,
-33/-11 ഈക്വൽ ടു 3 എന്നിട്ടും എക്സിന്റെ വാല്യൂ. ഇനി y ഈക്വൽ എന്നിട്ടും y ഈക്വൽ ടു 11/-11 -1 എന്നിട്ടും എക്സിന്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 1. സൊല്യൂഷൻ മെട്രിക്സ് മെത്തേഡ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ബുദ്ധിമുട്ടില്ലല്ലോ. ആദ്യം മെട്രിക്സ് മെത്തേഡിലോട്ട് കൺവേർട്ട് ചെയ്ത് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ തെളിയിച്ച് x ഈക്വൽ ടു a ഇൻവേഴ്സ് ഇൻടു b. ഇതില ഈ ബൈലാണ് കൊടുക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ടൈം എക്സിന്റെ വാല്യൂ, അടിയിലിരിക്കുന്ന ടൈം വൈയുടെ വാല്യൂ. കിട്ടിയല്ലോ, സാധനം കിട്ടിയല്ലോ. 2 ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ. എക്സിന്റെ വാല്യൂ 3 എന്ന് കിട്ടി, വൈയുടെ വാല്യൂ -1. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഏഴാമത്തത്. അധികം വെയിറ്റ് ചെയ്യാൻ ടൈം എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടില്ല. എന്റെ ഒപ്പം നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യാം, നോട്ട്ബുക്കിൽ എഴുതി വെക്കണം ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക്വേർഡ് അടിച്ച് നോക്കാം. നിങ്ങൾ നോക്കിക്കോ, അടുത്ത ദിവസം നോക്കിക്കോ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഒരു മെട്രിക്സ് എന്നുണ്ട്. a ഈക്വൽ ടു മെട്രിക്സ് 5 - 3 5x ഈസ് സിംഗുലാർ മെട്രിക്സ്. ഈ മെട്രിക്സ് സിംഗുലാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് എക്സിന്റെ വാല്യൂ. വെറുതെ ഒരു മെട്രിക്സ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കൊണ്ട് പറ്റൂല. സിംഗുലാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്, സിൻസ് a is a singular. ക്വസ്റ്റ്യൻ ഉണ്ട്, a is a singular. ഒരു മെട്രിക്സ് സിംഗുലാർ ആണെങ്കിൽ, ഒരു സ്ക്വയർ മെട്രിക്സ് സിംഗുലാർ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് a ഈക്വൽ ടു 0 ആയിരിക്കും. ഡിറ്റർമിനന്റ് a ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ചെയ്താ ഡിറ്റർമിനന്റ് a ഉള്ള എലിമെന്റ്സ് ചെയ്താ 5 - 3 5x ഈക്വൽ ടു 0. ഒരു മെട്രിക്സ് സിംഗുലാർ ഡിറ്റർമിനന്റ് a ഈക്വൽ ടു 0 ഇട്ട് കൊടുത്ത് ഇനി ഇതിന്റെ വാല്യൂ അറിയാം. എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ആദ്യം ഇത് 5 × x 5x -3 × 5 -15. മൈനസ് എന്താവും, +15 ഈക്വൽ ടു 0. ഇവിടെ എക്സിന് വാല്യൂ സുഖമാണ്, പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. എക്സിന് ടൈമിന് മാത്രമല്ല എച്ച് നിർത്താം, ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് കൊടുക്കാം. 5x ഈക്വൽ ടു +15 അപ്പുറത്ത് പോകുമ്പോ -15. ഇനി എക്സിന് വാല്യൂ 5 × x ആണ്, എക്സിന് മതി x ഈക്വൽ ടു -15. 5 × പുറത്ത് വരുമ്പോ ഡിവൈഡഡ് ബൈ 5. -15/5 എന്ത് കിട്ടും, -3 എന്ന് എക്സിന്റെ വാല്യൂ കിട്ടും. ബുദ്ധിമുട്ടുണ്ടോ? സിംഗുലാർ ആണെന്ന് പറഞ്ഞ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ബുദ്ധിമുട്ടില്ലല്ലോ, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട്, 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ. 6 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. മെയിൻ എക്സാമിന് 6 മാർക്ക് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ. ആരും പഠിക്കാണ്ട് പോരുത്. അപ്പൊ പഠിക്കാൻ കിട്ടാത്തവരാണ് മാത്സ് എടുക്കുന്നത്. അവർക്കും ഏറ്റവും പഠിക്കാൻ സുഖമുള്ളതാണ് ഈ സാധനം. ഇതാരും പഠിക്കാണ്ട് പോരുത്. ഡിറ്റർമിനൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ. 3 ലീനിയർ ഇക്വേഷൻ വിത്ത് 3 വേരിയബിൾ യൂസിംഗ് ബൈ മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് ആ വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അതാണ് ക്വസ്റ്റ്യൻ. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡ്. ഈ ഇക്വേഷൻസ് മെട്രിക്സ് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കണം. ബുദ്ധിമുട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ ലീനിയർ ഇക്വേഷൻ മെട്രിക്സ് മെത്തേഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ax ഈക്വൽ ടു b. നേരത്തെ പറയില്ലേ, a എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ്, കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഫസ്റ്റ് എന്താവും, 3 - 2 3. എക്സിന്റെ വൈയുടെ സൈഡ് ഉപയോഗിക്കുന്നതാണ്. എന്റെ ഒരു മക്കളെ 3 - 2 3. ഇനി അടുത്തത് ഇവിടെ നോക്കിയേ, 2 1 -1. ഇവിടെ എക്സിന്റെ ഒപ്പം 2, വൈയുടെ ഒപ്പം എന്താണ് 1, സെറ്റിന്റെ ഒപ്പം എന്താണ് -1. വെറും 1 എഴുതുന്നത് മൈനസ് ഉണ്ട്, -1. ഇനി അടുത്തത് ഇങ്ങോട്ട് നോക്കി, അടുത്ത ലീനിയർ ഇക്വേഷൻ അതാണ് ഇവിടുത്തെ 3ാമത്തെ റോ വരിക. എന്തൊരു 4 - 3 2. a എന്ന് പറഞ്ഞ മെട്രിക്സ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇനി എക്സ് മെട്രിക്സ് എന്തായിരുന്നു, എക്സ് മെട്രിക്സ് വേരിയബിൾ മെട്രിക്സ്. കോളം മെട്രിക്സോ വേരിയബിൾസ് എത്ര വേരിയബിൾ ഉണ്ട്, 2 എണ്ണമാണോ അല്ല 3 എണ്ണം. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെറ്റ് ഉണ്ട്. അപ്പൊ ഇനി ഇതാ എക്സ് വൈ സെറ്റ്, അതും കിട്ടി. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കോളം മെട്രിക്സ് ഓഫ് കോൺസ്റ്റന്റ്. ഏറ്റവും അവസാനം നടക്കുന്ന കോളം മെട്രിക്സ് നോക്കി, 2 1 4. 2 അല്ല 8 1 4. ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി ചെയ്യേണ്ട പരിപാടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിറ്റർമിനന്റ് a കണ്ടുപിടിക്കാം. ഒരു 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എല്ലാവരും പഠിച്ചതാണ്, ഒന്നുകൂടി റിവേഴ്സ് ചെയ്യപ്പോ തന്നെ പഠിച്ചു. ഡിറ്റർമിനന്റ് a ഈക്വൽ ടു എന്തായിരുന്നു, ഫസ്റ്റ് എലമെന്റ് എടുക്കുക 3 ഇൻറ്റു 3 ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ള എലമെന്റ്സിനെ ഡിറ്റർമിനന്റ്. അപ്പൊ ഡിറ്റർമിനന്റ് എന്തൊക്കെ വരും, 1 -1 -3 2. ഇനി അടുത്തത് രണ്ടാമത്തെ എലമെന്റ് എടുക്കുക. കണ്ടീഷൻ ഉണ്ട്, രണ്ടാമത്തെ എലമെന്റ് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ എടുക്കണം. -2 ആണ് +2 ആക്കുക. ഇൻറ്റു -2 ഉൾപ്പെടുന്ന റോയും കോളങ്ങളെ ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്, 2 -1 4 2. ഇനി ലാസ്റ്റ് എലമെന്റ് എടുക്കുക ഇതേപോലെ +3, സൈൻ ഒന്നും മാറ്റണ്ട, +3 ഇൻറ്റു 3 ഉൾപ്പെടുന്ന റോയും കോളങ്ങളെ ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് എന്തൊക്കെ വരും എന്ന് പറഞ്ഞ് 2 1 4 -3.
ഇങ്ങനെയാണ് ഒരു 3/3 ഡിറ്റർമിനന്റിന്റെ വാല്യൂ. ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് സിമ്പിൾ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞേ. 3 into ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. 2/2 ഡിറ്റർമിനന്റ് ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 into 2 എന്ത് കിട്ടും? 2 മൈനസ് -1 into -3 3. അടുത്ത് പ്ലസ് 2 into ഇതെങ്ങനെ പറഞ്ഞു? 2 into 2 4 മൈനസ് 4 into -1 -4 പ്ലസ് 4 ആയിട്ട് മാറും. അടുത്ത് പ്ലസ് 3 into ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു 2 into -3 -6 4 into 1 4 ഒരു മൈനസ് സെൻട്രലുണ്ട്. ഇനി ഇതിന്റെ വാല്യൂ നോക്കി എന്തായിരിക്കും നോക്കി? 3 into ഇവിടെ -1 വരും. അടുത്ത പ്ലസ് 2 into 8 വരും പ്ലസ് 3 into -6 -1 വരും -10 വരും ഈക്വൽ ടു 3 into -1 ആണ് -3 ആണ് പ്ലസ് 2 into 8 തരും 16 പ്ലസ് 3 into -10 -30. ഇത് എന്തിയാ? കാൽക്കുലേറ്റർ വെച്ച് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നോക്കി എന്ത് വരും നോക്കി? -3 പ്ലസ് 16 പ്ലസ് -30 ചെയ്ത് നോക്കിയപ്പോൾ എന്ത് കിട്ടും നോക്കി? ഇവിടെ 13 തരും. 13 പ്ലസ് -30 എന്നൊക്കെ എന്ത് കിട്ടും? -17 എന്ന് കിട്ടും. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ഉണ്ട്. ഡിറ്റർമിനന്റ് എ 0 കിട്ടാണ് അവിടെ വെച്ച് നിർത്താം. വേറെ ചെയ്യാൻ നിൽക്കണ്ട. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. എക്സ് ഇക്വേഷൻ ഒക്കെ പഠിച്ച നേരത്തെ പഠിച്ച ഇക്വേഷൻ എന്താ? എക്സ് ഈക്വൽ എന്തായിരുന്നു? എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അതിൽ എക്സ് അറിയാം, ബി അറിയാം. എ ഇൻവേഴ്സ് പഠിക്കണം. എ ഇൻവേഴ്സിന് ഇക്വേഷൻ എന്തായിരുന്നു? എ ഇൻവേഴ്സിന് ഇക്വേഷൻ അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് അഡ്ജോയിന്റ് ആണ്. ഈ എന്റെ അഡ്ജോയിന്റ് അതാണ് കുറച്ച് ബുദ്ധിമുട്ട്. അതിന് സിമ്പിൾ മെത്തേഡ് എല്ലാവരും പഠിപ്പിച്ച് മെട്രിക്സ് 4 വട്ടം എഴുതി എന്ത് ചെയ്യണം? ബോർഡറുള്ള എലിമെന്റ്സ് ഡിലീറ്റ് ചെയ്ത് ഓരോ എലിമെന്റ്സ് പഠിക്കാം. നമുക്ക് ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് എഴുതി വെക്കുന്നുണ്ട്. 3 -2 3 2 1 -1 2 1 -1 4 -3 2. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടാ. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ. ഇനി ഇതിന്റെ ഇൻവേഴ്സ് അഡ്ജോയിന്റ് ആദ്യം കണ്ടു. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റ് കണ്ടുവെച്ച് ഇൻവേഴ്സ് കാണണം ബുദ്ധിമുട്ടാണ്. നേരത്തെ സിമ്പിൾ ആയിരുന്നു 2/2 മെയിൻ ഡയഗണൽ ഇന്റർചേഞ്ച് അതർ എലിമെന്റ്സിന് ഓപ്പോസിറ്റ് ആയി കൊടുക്കുക. ഇവിടെ അങ്ങനെ കുറച്ച് പണിയുണ്ട്. ദി മെട്രിക്സ് 4 വട്ടം എഴുതി വെക്കുക. ഒന്ന് പറഞ്ഞെന്തായിരിക്കുള്ളൂ? 3 -2 3. ഇവിടെ ഒന്നുകൂടി ഇതാ 3 -2 3. ഇനി അടുത്തത് അടുത്ത എലമെന്റ് അടുത്ത റോ 2 1 -1 2 1 -1. ഇനി അടുത്ത റോ ഏതാണ്? 4 -3 2 4 -3 2. പിന്നെ മെട്രിക്സ് രണ്ടോട്ട് എഴുതിയുള്ള എന്ത് ചെയ്യുന്നത്? 4 വട്ടം എഴുതാൻ പറയും. ഇനി അടിയിൽ ഒന്നുകൂടി ഇതേപോലെ തന്നെ എഴുതി വെക്കുക. 3 -2 3 3 -2 3. അടുത്ത് 2 1 -1 2 1 -1. കഴിഞ്ഞിട്ട് ലാസ്റ്റ് വട്ടം കൂടി 4 -3 2 4 -3 2. എന്ത് ചെയ്യാൻ? ഈ മെട്രിക്സ് 4 വട്ടം എഴുതി വെച്ച് മുകളിൽ 2 വട്ടം അടിയിൽ 2 വട്ടം. ഇനി ചെയ്യേണ്ട പരിപാടി ഏറ്റത്തുള്ള എലമെന്റ്സ് എല്ലാം എന്ത് ചെയ്തളയാം? ഡിലീറ്റ് ചെയ്തളയാം, ക്യാൻസൽ ചെയ്തളയാം. ബിങ്കോളിക്കാറില്ലേ അതേപോലെ ആ സാധനങ്ങളെ. ഇനി അഡ്ജോയിന്റ് എയില ഫസ്റ്റ് എലമെന്റ് കിട്ടാൻ വേണ്ടിട്ട് ദീ 4 എലമെന്റ് എടുക്കാം. എന്നിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാം. 2/2 ഡിറ്റർമിനന്റ് പോലെ ഇങ്ങനെ അക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 into 2 2 ആണ്. -1 into 3 3 ആണ്. 2 -3. ഇനി അടുത്ത എലമെന്റ് ഇവിടുത്തെ അടുത്ത എലമെന്റ് ആണ്. അടിക്കാണ് റൗണ്ട് ഇടേണ്ടത്, പക്ഷെ എഴുതേണ്ടത് ഫസ്റ്റ് റോയിലാണ്. റൗണ്ട് ഇടുന്ന അടിക്കാട് എഴുതുന്ന ഫസ്റ്റ് റോയിൽ തെറ്റിക്കരുത് കേട്ടോ. ഇതേപോലെ തന്നെ -3 into 3 -9 -2 into 2 -4 + 4 ആയിട്ട് മാറും. ഇനി അടുത്ത എലമെന്റ് ഇത് അടുത്ത 4 എലമെന്റ് റൗണ്ട് ഇടുമ്പോ തന്നെ ഇതോളം ആദ്യം റൗണ്ട് ഇട്ട് വെക്കരുത്, ചെയ്യാൻ പറ്റൂല. ഇനി റൗണ്ട് ആദ്യം എടുത്ത് -2 into -1 2 -1 into 3 3. ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് കിട്ടി അഡ്ജോയിന്റില്ല. ഇനി അടുത്ത് കിട്ടാൻ തൊട്ടിപ്പുറത്തുള്ള 4 എലമെന്റ് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ് ഇതേപോലെ തന്നെ -1 into 4 -4 -2 into 2 4. അടുത്തത് തൊട്ടടിയിലുള്ള 4 അടുത്ത എലമെന്റ് 2 into 3 6 -3 into 4 12. കണ്ടില്ല. ഇനിയും അടുത്ത 4 എലമെന്റ് എടുക്കാം. 3 into 2 6 -1 into 3 -3 + 3. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി 2 റോ ആയിട്ട് നമുക്ക് എത്ര വേണം? 3 റോ വേണം. ഇത് തൊട്ടിപ്പുറത്തുള്ള 4 എലമെന്റ് ഇതേപോലെ തന്നെ 2 into -3 -6 -4 into 1 4. ഇനി തൊട്ട അടുത്ത എലമെന്റ് എന്ത് ചെയ്യണം? തൊട്ടടിയിലുള്ള 4 എലമെന്റ് 4 into -2 -8 -3 into -3 -9 + 9 ആവും.
കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. ഇനി തൊട്ട് ഏറ്റവും അവസാനത്തെ എലമെന്റ് തൊട്ടടി 4 ഉണ്ട്. 3 into 1 3 minus 2 into minus 2 minus 4 plus 4 ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് അഡ്ജോയിന്റ് ഇവിടെ നോക്കിക്കോ. അഡ്ജോയിന്റ് A equal to എന്ന് പറഞ്ഞ് 2 minus 3 എന്ന് കിട്ടും minus 1 minus 9 plus 4 എന്ന് കിട്ടും minus 5. അടുത്തത് 2 minus 3 പിന്നെ minus 1. അടുത്തത് minus 4 എന്ന് കിട്ടും minus 8. അടുത്തത് 6 minus 12 minus 6. സിംപ്ലിഫിക്കേഷൻ സിമ്പിൾ ആണ്. 6 plus 3 9. ഇനി അടുത്തത് minus 6 minus 4 minus 10. അടുത്തത് minus 8 plus 9 1. അടുത്തത് 3 plus 7 3 plus 4 7. ഒന്നിലേക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം, അല്ലെ തെറ്റില്ലാണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ബുദ്ധിമുട്ടില്ലല്ലോ, സിമ്പിൾ അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ. നിങ്ങൾക്ക് എന്ത് കിട്ടി? അഡ്ജോയിന്റ് കിട്ടി. ഇനി A ഇൻവേഴ്സിൽ എടുത്ത് കൊടുക്കുക. A ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് A ഡിറ്റർമിനന്റ് ആയിരുന്നു. അഡ്ജോയിന്റ് ഇവിടെ ഉണ്ട്. ഡിറ്റർമിനന്റ് നേരത്തെ കണ്ടുപിടിച്ചത്. ഡിറ്റർമിനന്റ് -17 ആണ്. അപ്പൊ എന്ത് ചെയ്താ? അഡ്ജോയിന്റ് ചെയ്താ -7. അടുത്ത പേജിൽ ചെയ്താ കേട്ടോ. ഇവിടെ നോക്കിക്കോ, നമുക്ക് എഴുതേണ്ടത് എങ്ങനെയാണ്? x ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു B ആണ്. x ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു B. x നമുക്കറിയാം മെട്രിക്സ് XYZ വേരിയബിൾ മെട്രിക്സ് XYZ. A ഇൻവേഴ്സ് നമ്മൾ എന്ത് ചെയ്ത് ഇപ്പൊ തന്നെ കണ്ടുപിടിച്ച്. A ഇൻവേഴ്സ് ആദ്യം അഡ്ജോയിന്റ് ചെയ്താ -1 -5 -1 -1 -5 -1. അടുത്ത എന്തായിരുന്നു? -8 -6 9 -8 -6 9. ലാസ്റ്റ് റോ എലമെന്റ് -10 1 7 -10 1 7 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിച്ച് -70 ഇൻറ്റു B നമുക്കറിയാം. B നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. B എന്തായിരുന്നു മക്കളെ? B 814 B 814. ഇനി നേരത്തെ ഇതുപോലെ തന്നെ ഈ ബൈ -70 ആദ്യം കൊടുക്കണം. ആദ്യം എന്ത് ചെയ്യുക? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കിക്കോ. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ -1 into 8 plus -5 into 1 plus -1 into 4. അത് ചെയ്യുമ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോക്കി കാൽക്കുലേറ്റർ കറക്റ്റ് ആയിട്ട് നോക്കി നിങ്ങൾക്ക് എന്ത് കിട്ടും? നോക്കി -70 എന്ന് കിട്ടും. -70 കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. -1 into 8 plus -5 into 1 plus -1 into 4. ഇനി അടുത്ത റോ വെച്ച് അടുത്ത എലമെന്റ് സെക്കൻഡ് റോ വെച്ച് -8 into 8 plus -6 into 1 plus 9 into 4. നിങ്ങൾക്ക് അതിന്റെ വാല്യൂ -34 എന്ന് കിട്ടും. കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ എലമെന്റ് മൂന്നാമത്തെ റോ വെച്ച് -10 into 8 plus 1 into 1 plus 7 into 4. നിങ്ങൾക്ക് -51 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ -70. ഓരോ എലമെന്റിനും -70 കൊടുക്കും. നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 2 3. എക്സിന് നേരെയുള്ള എക്സിന്റെ വാല്യൂ x ഈക്വൽ ടു 1. അടുത്ത് വൈയുടെ നേരെയുള്ള വൈയുടെ വാല്യൂ 2. അടുത്ത് സെഡിന് നേരെയുള്ള സെഡിന്റെ വാല്യൂ 3. എക്സിന്റെ വാല്യൂ കിട്ടി, സെഡിന്റെ വാല്യൂ കിട്ടി, വൈയുടെ വാല്യൂ കിട്ടി. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 6 മാർക്ക്. മറക്കരുത്, ഈ സാധനം പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് എക്സാം പേപ്പർ ഉണ്ടാവാറില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മെയിൻ എക്സാമിൽ ഈ ഒരു സാധനം ഉണ്ടാവും. 3 ലീനിയർ ഇക്വേഷൻ ഇത് 3 വേരിയബിൾ എന്ത് ചോദിച്ചാൽ മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് ആ വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്ത് ആ വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിച്ച് സൊല്യൂഷൻ ചെയ്ത്. ഇനി ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ഇക്വേഷൻ പഠിച്ചാണ്. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് എന്നുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസ് നമ്മുടെ അതിലോട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വെർട്ടിസിന് A എന്ന് കൊടുക്കുക, സെക്കൻഡ് വെർട്ടിസസ് B, മൂന്നാമത്തെ വെർട്ടിസ് C. ഫസ്റ്റ് വെർട്ടിസ് ഏതാണ്? 1 0. രണ്ടാമത്തെ ഏതാണ്? 6 0. ഏറ്റവും അവസാനത്തെ 4 3. ഇത് വെച്ച് എന്ത് കണ്ടുപിടിക്കണം? ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വെച്ച്? മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യാം. ഏറ്റവും ആദ്യം ഇക്വേഷൻ ചെയ്താ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു മറക്കരുത്. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1. വേഗം ചെയ്യാം. ഹാഫ് ഇൻറ്റു ഫസ്റ്റ് കോർഡിനേറ്റ് x1 y1 എന്ന് എടുക്കുക, അടുത്തത് x2 y2 എന്ന് എടുക്കുക, അതിനടുത്ത് x3 y3. അപ്പൊ എന്ത് കിട്ടും? 1 0 1. അടുത്ത് 6 0 1. മൂന്നാമത്തെ കോർഡിനേറ്റ് 4 3 1. ഏരിയ ചെയ്യേണ്ട പരിപാടി ഇതിന്റെ വാല്യൂ ഉണ്ട് 3/3 ഞാൻ കാണിച്ചത് എങ്ങനെ ചെയ്യണത്. 1/2 ഇൻറ്റു അത് നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത്. എന്ത് ചെയ്യണം? ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ബാക്കിയുള്ള ഡിറ്റർമിനന്റ് എന്ന് വെച്ചാൽ 0 1 3 1 അതിന്റെ ഡിറ്റർമിനന്റ് എന്ത് കിട്ടും? 0 × 1 0 -3 × 1 3. ഡയറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇനി രണ്ടാമത്തെ എലമെന്റ് ഓപ്പോസിറ്റ് 0 ആയതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയ്യേണ്ടത് അടുത്ത് ലാസ്റ്റ് എലമെന്റ് +1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളങ്ങളും ബാക്കിയുള്ള എലമെന്റ്സ് 6 0 4 3. 6 × 3 18 -4 × 0 0.
ക്ലോസ് ചെയ്യാം. ഇനി ഹാഫിന്റെ അവസാനം എന്ത് നോക്കി, ഹാഫ് ഇൻറ്റു നോക്കാം 1 ഇൻറ്റു -3 എന്ന് കിട്ടും. അത് പ്ലസ് 1 ഇൻറ്റു 18 എന്ന് കിട്ടും. 8 അവസാനം നിങ്ങൾക്ക് എന്ത് വരും, ഹാഫ് ഇൻറ്റു 15 എന്ന് കിട്ടും. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്താ 15/2 സ്ക്വയർ യൂണിറ്റ്സ് എഴുതാ, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്തിട്ട് 7.5 സ്ക്വയർ യൂണിറ്റ്സ് എഴുതാ. രണ്ട് എഴുതിയാലും ഉത്തരം ശരിയാണ്, നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫുൾ മാർക്ക് തരും. ബുദ്ധിമുട്ടില്ല, സിമ്പിൾ ആയിട്ട് ചെയ്തല്ല, ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ല, ചെയ്യാൻ പറ്റുമല്ലോ ഈ സാധനം. ഇതിനാണ് നിങ്ങൾക്ക് എത്ര മാർക്ക്, ഒരു 3 മാർക്ക് വരും. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് തൊട്ടും ഇത് 9ാമത്തെ പ്രോബ്ലം, അത് നിങ്ങളുടെ ചാപ്റ്റർ എക്സാമിന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ എല്ലാ ക്വസ്റ്റ്യനും കാണാം. ഇതിൽ ഒരു 17 മാർക്കും നിങ്ങളുടെ നോട്ട്ബുക്ക് ചെയ്ത് ഇതിന്റെ വേറെ ക്വസ്റ്റ്യൻ ഒക്കെ എക്സിന് വേറെ എടുക്കുന്നത്, ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നോക്കാം. അതൊരു 3 മാർക്കും, 20 മാർക്ക്. നോട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 5 മാർക്ക്. അല്ലെ 25 മാർക്കാണ് ചാപ്റ്റർ എക്സാം. നന്നായിട്ട് പഠിക്കുക. ബൈ ബൈ.